പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിജയപുരം പഞ്ചായത്തിലെ തന്നെ രണ്ട് പ്രധാന സ്ഥലങ്ങളായ കളുത്തുപ്പടിക്കും വടവാതൂർക്കും ഇടയ്ക്കുള്ള കുറച്ച് ലാൻഡ്മാർക്സുകളെക്കുറിച്ചാണ്. മെയിനായിട്ട് സ്കൂളുകളാണ് ഞങ്ങളുടെ ഈ പരിസരത്തുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പള്ളിക്കൂടം എന്ന് പറയുന്ന മേരി റോയിയുടെ ഉടമസ്ഥയിലുള്ള സ്കൂളായിരുന്നു. പുള്ളിക്കാരി മരിച്ചുപോയി. അതായത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്നെഴുതിയ ബുക്ക് എഴുതിയ അരുന്ധതി റോയിയുടെ അമ്മ. അതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂള്. അതിനോട് ചേർന്ന് തന്നെയാണ് മരിയൻ ജൂനിയർ ഹൈസ്കൂൾ എന്നുള്ള പേരിൽ തുടങ്ങിയ സ്കൂള്. ഇപ്പോൾ ഇത് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടും ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളാണ്. കളുത്തുപ്പടി ജംഗ്ഷനിൽ നിന്നും റബ്ബർ ബോർഡ് പുതുപ്പള്ളിക്ക് തിരിയുന്ന റോഡിനോട് ചേർന്ന് തന്നെ കാരിത്താസ് ആശുപത്രിയുടെ ഒരു അനക്സറായിട്ടുള്ള ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇത് കരിപ്പാൽ ഹോസ്പിറ്റൽ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇത് കാരിത്താസ് ഏറ്റെടുത്തിട്ട് അധികം നാളായിട്ടില്ല. ഇതിനോട് ചേർന്നതാണ് കളുത്തുപ്പടിയിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. ഇത് രാവിലെ ആയതുകൊണ്ട് ഓട്ടോ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു 10-30 ഓട്ടോറിക്ഷ എപ്പോഴും കാണും. എല്ലാവരും നമ്മളുടെ പരിചയക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇതാണ് കളുത്തുപ്പടി ജംഗ്ഷൻ. ഇതിൻ്റെ പേരിങ്ങനെ വരാൻ കാര്യം കളത്തിൽ എന്ന് പറയുന്ന ഫാമിലിയുടെ വീട് ഇവിടെയുണ്ട്. ആ വീടിൻ്റെ ഫ്രണ്ട് വശം വരുന്നതുകൊണ്ടാണ് ഇതിന് കളുത്തുപ്പടി എന്നുള്ള പേര് വന്നിരിക്കുന്നത്. കോട്ടയം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. കളുത്തുപ്പടി ജംഗ്ഷനിൽ നിന്നും തന്നെ പൊൻപള്ളി, ഞാറയ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡാണിത്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇറഞ്ഞാൽ അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും. ഇതിന് ഓപ്പോസിറ്റാണ് ഞങ്ങൾ കാലാകാലങ്ങളായി പല വ്യഞ്ജനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന അലക്സിൻ്റെ കട എന്ന് എല്ലാവരും അറിയപ്പെടുന്ന കട. ചിലമ്പത്ത് ഫാമിലിയിൽപ്പെട്ട കടയാണ്. ഇപ്പോൾ അവരത് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. അവരാരും തന്നെ കട ബിസിനസ് ചെയ്യുന്നില്ല. ബിൽഡിങ് ഒക്കെ അവരുടെയാണ്. എല്ലാവരും ഞങ്ങൾ വർഷങ്ങളായിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നൊരു കടയാണിത്. ആയിരത്തി 1970-നും 2000-നും ഇടയ്ക്കുള്ള കുട്ടികൾ ജനിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം ട്യൂഷൻ പഠിച്ച ഒരു സെൻറ്റർ ഇവിടെയാണ്. ബിനി സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത് സോമൻ സാർ എന്ന് പറയുന്ന ആളുടെ ആയിരുന്നു. അതൊക്കെ നിന്നുപോയി. ഇപ്പോൾ അവിടെയെല്ലാം ഫാസ്റ്റ് ഫുഡ് ചെയിനുകൾ വന്നിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു DTDC കൊറിയറിൻ്റെ ഒരു കളക്ഷൻ സെൻറ്ററൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
ഇതിൽ നിങ്ങളിപ്പോൾ കാണുന്നതാണ് പാറപ്പടി. ഈ ജംഗ്ഷനിൽ നിന്ന് കോട്ടയത്തേക്ക് വരുമ്പോൾ ഇടതുവശത്തേക്കുള്ള റോഡാണ് ഗിരിദീപം സ്കൂളിലേക്കുള്ള പ്രധാന എൻട്രൻസ്. ഇതാണ് മെയിനായിട്ട് കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത്. കളത്തപ്പടിയിൽ നിന്നും ആൾക്കാർ ഗിരിദീപം സ്കൂളിലേക്കും ആരാണി, കാർത്തികപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഈ റോഡിൽ കൂടെ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ഗിരിദീപം സ്കൂളിൽ നിന്ന് താന്നിക്കൽപ്പടിയിൽ നിന്നുള്ള എൻട്രൻസ് ആണ് ഇത് കാണിക്കുന്നത്. ഇതിലെ കുട്ടികൾ ബസ് ഇറങ്ങി പോകാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ താന്നിക്കൽപ്പടി ജംഗ്ഷൻ. എൻ്റെ വീടും ഈ ജംഗ്ഷനിൽ തന്നെയാണ്. ഇത് വടവാതൂർ തന്നെയുള്ള വടവാതൂർ കുരിശ് എന്നറിയപ്പെടുന്ന ഏരിയയാണ്. ഒരു അപ്രൈം പള്ളി യാക്കോബിറ്റ്സിൻ്റെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. JK ഹോസ്പിറ്റലുണ്ട്. ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അതിനോട് തന്നെ ചേർന്ന് ബ്ലിസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കാണത്. അതിന് 100 മീറ്റർ അകലെ വേറെ ഒരു ഹോസ്പിറ്റലൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബെൽഫാസ്റ്റ് എന്ന ഹോസ്പിറ്റലിൻ്റെ പേര്. അങ്ങനെ ഹോസ്പിറ്റലുകൾ ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം ഒരു 5-6 ഹോസ്പിറ്റലുകൾ ഇപ്പം നിലവിലുണ്ട്. അതുപോലെ വടവാതൂർ കുരിശ് ജംഗ്ഷനിൽ നിന്നാണ് ലോകപ്രശസ്തമായ വടവാതൂർ സെമിനാരിയിലേക്കുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ വടവാതൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു റോഡ് സെമിനാരിയിലേക്ക് ഉണ്ട്. അതിലേ നമുക്ക് സെമിനാരിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. വടവാതൂർ കുരിശ് ജംഗ്ഷനിൽ തന്നെ എല്ലാ ദിവസവും പലതരത്തിലുള്ള പായസം കിട്ടുന്ന ഒരു കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്വാദിഷ്ടമായ പായസം നിങ്ങൾക്ക് പല അളവുകളിൽ ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ആയിരത്തി 1950 കാലഘട്ടത്തിൽ ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ തുടങ്ങിയ ഒരു പബ്ലിക് ലൈബ്രറി റീഡിംഗ് റൂമാണ് ഈ കാണുന്ന പ്രദേശം. ഇപ്പോൾ ഇത് അനാഥമായിട്ട് കിടക്കുകയാണ്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതെല്ലാം കാട് പിടിച്ച് കിടക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇത് ഞങ്ങൾ വൃത്തിയാക്കി ക്യാരംസ്, ചീട്ട് അങ്ങനെയുള്ള എല്ലാ വിനോദങ്ങൾക്കുമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ് എല്ലാവരും വൈകുന്നേരം. അപ്പോൾ ഇനിയിപ്പോൾ പഞ്ചായത്ത് ഇത് ഏറ്റെടുത്ത് എന്തെങ്കിലും ചെയ്യുക എന്നുള്ള പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഇതിനെ വിഷയത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം തന്നെ.
ഇതിലിപ്പോൾ കാണുന്നതാണ് ഞങ്ങളുടെ വടവാതൂർ ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് MRFിലേക്കും ESI തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്.